പേരാമ്പ്ര എൻസിഫ് കേന്ദ്രത്തിലേക്ക് മാലിന്യമായി വണ്ടി വരുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര എൻസിഫ് കേന്ദ്രത്തിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേന പ്രവർത്തകർ വാഹനത്തിൻ്റെ തൊട്ടപ്പുറകിൽ തന്നെയുണ്ട്. ശക്തമായ പ്രതിഷേധത്തോടെയാണ് ഹരിതകർമ്മസേന പ്രവർത്തകർ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തകർ എൻസിഎഫ് കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിളിച്ചോളി. ആ തീപിടിച്ചതിന്റെ ഭാഗമായി അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് പേരാമ്പ്രയിലെ MCF ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് UDF പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം പേരാമ്പ്ര പഞ്ചായത്തിലെ പല പ്രദേശത്തും MCF ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ആ നടപടിയൊക്കെ UDF തടയുകയാണ്. അതൊരു ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ഹരിതകർമ്മസേന എന്ന് പറയുന്നത് കേരളത്തിൽ 42,000 ആളുകളുണ്ട്. അവരെക്കുറിച്ച് ലോകം പറയുന്നത് ഈ ഭൂമിയിൽ വന്നു വീഴുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് അത് MCF എത്തിച്ചു. MCF അത് ക്ലീൻ കേരള മിഷൻ പോലുള്ള സ്ഥാപനങ്ങൾ കൈമാറി ഈ ഭൂമിയെ പരിപാലനമാക്കുന്ന പദ്ധതിയാണ് ഹരിതകർമ്മസേന തൊഴിലാളികൾ ചെയ്യുന്നത്. ഇവരെ തടയാനും വെല്ലുവിളിക്കാനും ശ്രമിക്കുന്നത് ആലോചിക്കേണ്ടത്, ഒരു തൊഴിലാളിക്ക് ദിവസം കിട്ടുന്ന കൂലി 350 രൂപയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടുകൾ കയറിയിറങ്ങി നഗരങ്ങളിലൂടെ നടന്ന് ഈ ജോലി ചെയ്യുന്ന തൊഴിലാളി തുച്ഛമായ വരുമാനത്തിലാണ് ജോലി ചെയ്യുന്നത്. ആ തൊഴിലാളി 2.5 മാസമായി അവർക്ക് വിശ്രമിക്കാനോ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാതെ അവർ പേരാമ്പ്രയുടെ പൂടികത്തുണ്ടെങ്കിൽ നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് CIT തീരുമാനിച്ചത് MCF പുനഃസ്ഥാപിക്കും. ആ തീരുമാനം വന്നപ്പോ പേരാമ്പ്രയിൽ ചില ആളുകൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നില്ല, ചില ആളുകൾ പറഞ്ഞു MCF പ്രവേശിച്ചാൽ ഞങ്ങൾ തടയും. പക്ഷെ ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇവിടെ എത്തിയിട്ടുള്ള 100 കണക്കിന് തൊഴിലാളികൾ അവരുടെ കയ്യിൽ പിടിച്ച കൊടി ചെങ്കൊടിയാണ്. ചെങ്കൊടി പിടിച്ചുകൊണ്ട് CIT ഒരു തീരുമാനമെടുത്താൽ അത് പേരാമ്പ്രയിൽ ആര് തടയാൻ തീരുമാനിച്ചാലും ആ തടയുന്ന ശക്തികൾക്കെതിരായി ആർത്തിരമ്പുന്ന പ്രതിഷേധം വരുത്താനുള്ള ശേഷി പേരാമ്പ്രയിലെ CIT പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ചരിത്രപരമായി തെളിയിച്ച ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല. ഈ കാര്യങ്ങൾ സമാധാനപരമായി നടക്കാൻ പേരാമ്പ്രയിൽ ശ്രമിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ഏറ്റവും നന്നായി ക്രമസമാധാനം പാലിക്കാൻ ശ്രമിച്ച പോലീസിനെ അഭിവാദ്യം ചെയ്യുന്നു. സമാധാനപരമായി സമരം സംഘടിപ്പിച്ച ഹരിതകർമ്മസേന CIT-നെ അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ പേരാമ്പ്രയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖരായ നേതൃത്വം, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് MD ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, CPIM-ന്റെ ഏരിയ സെക്രട്ടറി സഖാവ് M കുഞ്ഞബ്ര മാസ്റ്റർ, CIT-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് മനോജ് ബനാണ്ടി, CIT-ന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ സഖാവ് PK രവിയേട്ടൻ, അതുപോലെ CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, പേരാമ്പ്രയിലെ CPIM നേതാക്കൾ, ഈ പേരാമ്പ്രയുടെ പൗരാവലിയുടെ മുഖച്ഛയായിട്ടുള്ള എല്ലാ നേതാക്കളും കർമ്മനിരതമായി ഇവിടെ അണിനിരക്കുന്നുണ്ട്. ആ അണിനിരക്കാനുള്ള കാരണം
ഈ വന്നിട്ടുള്ള തൊഴിലാളികളുടെ മേലെ ഒരു പൊടി പോലും വീഴില്ല എന്ന് ഉറപ്പുണ്ടാക്കാനാണ് പേരാമ്പ്രയിലെ പൗരസമൂഹം ഇവിടെ അണിനിരുന്നത്. അവരെയെല്ലാം പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തെ അഭിസംബോധിക്കാൻ ഹരിതകർമ്മസേനയുടെ പേരാമ്പ്ര ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ജോഷുബിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ ഒരു അവസരത്തിലാണ് CITO പേരാമ്പ്ര ഹരിതകർമ്മസേനയ്ക്ക് MCF ആരംഭിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് വന്നത്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ MCF തുറന്ന് പ്രവർത്തിക്കാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലാളികളുമൊക്കെ ശ്രമിക്കുന്നു. എന്നാൽ UDFിൻ്റെ രാഷ്ട്രീയ വിരോധം മൂലം പേരാമ്പ്ര പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒന്നുപോലും ആരംഭിക്കാൻ സാധിക്കാത്തത്. ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ പ്രശ്നമല്ല. ഏതാണ്ട് 10-20 കൊല്ലക്കാലം മുമ്പ് പേരാമ്പ്രയിലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചേറുമലയിൽ 1.5 ഏക്കർ സ്ഥലം വിലക്കെടുത്തിരുന്നു. അവിടെ ഈ കേന്ദ്രം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ UDF തടഞ്ഞു. പേരാമ്പ്ര തന്നെ മറ്റു പല ഭാഗത്തും കുറ്റംപോയിൽ UDF തടഞ്ഞു. ഇവിടെയും UDF തടയുകയാണ്. വെച്ചതാണ്. ആരാണെന്ന് കണ്ടുപിടിക്കുന്നത് പോലീസാണ്. ആ തീരുമാനത്തിന് ശേഷം ഇവിടെ ഇനി മാലിന്യ സംസ്കരണം അനുവദിക്കില്ല എന്ന നിലപാടാണ് UDF എടുത്തിട്ടുള്ളത്. പകരം ഒരു സ്ഥലം കണ്ടെത്തണം. അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കണം. ഭരണകക്ഷികളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ആരോഗ്യ ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കണം. ഇവിടെ ഈ വർക്ക് 20 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ കൊടുത്ത് നിയമാനുസരണം ടെൻഡർ എടുത്ത വ്യക്തി ഇവിടെ പണിയെടുപ്പിക്കാൻ വന്നപ്പോൾ തടയുകയായിരുന്നു. ഇത് കണ്ടാലറിയാം, ആർക്കും ഒന്ന് നോക്കാം. എത്രയോ കാലമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് അഴുക്കും ചളിയും ഒക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം വൃത്തിയാക്കണം. MCF വർക്ക് ചെയ്യണം. MCFിലെ തൊഴിലാളികൾക്ക് മാനമായ സാഹചര്യത്തിൽ വർക്ക് ചെയ്യണം. അവർക്ക് മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല, അവർക്ക് വസ്ത്രം മാറാൻ സ്ഥലമില്ല. അങ്ങനെയുള്ള കഷ്ടപ്പാടിലാണ് പ്രവർത്തിക്കുന്നത്. ആ തൊഴിലാളികളുടെ വികാരം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നു മുതൽ ഈ കേന്ദ്രം പ്രവർത്തിക്കുകയാണ്. ടെൻഡർ ചെയ്ത കോൺട്രാക്ടർ ഇവിടെ വന്ന് പണി ആരംഭിക്കണം. ആഴ്ചക്കുള്ളിൽ ഇവിടുത്തെ വേസ്റ്റൊക്കെ നീക്കം ചെയ്ത് ആരോഗ്യകരമായ സാഹചര്യം ഉണ്ടാക്കി ഷീറ്റൊക്കെ മാറ്റി തൽക്കാലം പ്രവർത്തിക്കണം. എല്ലാ കാലത്തും ഈ കേന്ദ്രം ഇവിടെ വേണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് നഗരത്തിൻ്റെ ചുറ്റുമുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ്. ഒരുപാട് കടകളും ഒക്കെ ഉള്ള സ്ഥലത്താണ്. പക്ഷെ MCF താനേ തീ പിടിക്കില്ല. ഇത് തീ വെച്ചതാണ്. തീ വെച്ച ശക്തികൾക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഇവിടെ UDFുമായിട്ടോ പോലീസുമായിട്ടോ ഉദ്യോഗസ്ഥരുമായിട്ടോ ഒന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. നമുക്കാകെ വേണ്ടത് മറ്റ് പഞ്ചായത്തിലെ പോലെ തന്നെ ഇവിടെയും MCF പ്രവർത്തിക്കണം. അതിനാവശ്യമായ സൗകര്യം ഉണ്ടാവണം. പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനം തടയാൻ പറ്റില്ല. നിങ്ങൾ പരാതിയുണ്ടെ പോലീസിൽ കൊടുക്ക്, പരാതിയുണ്ടെ കലക്ടർക്ക് കൊടുക്ക്, പരാതിയുണ്ടെ മുഖ്യമന്ത്രിക്ക് കൊടുക്ക്, അല്ലെ വകുപ്പ് മന്ത്രിക്ക് കൊടുക്ക്. എങ്ങനെ തടയെങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് തടയുന്നത്? ഇത് നിയമപരമായി പഞ്ചായത്ത് പ്രൊജക്റ്റുണ്ടാക്കി അത് DPC അംഗീകരിച്ച് ആ അംഗീകരിച്ച നടപ്പിലാക്കാൻ തീരുമാനിച്ചു. വർക്ക് ടെൻഡർ ചെയ്തു, ടെൻഡർ എടുത്തു, എഗ്രിമെന്റ് വെച്ചു, വർക്ക് ആരംഭിക്കാൻ പോകുമ്പോൾ തടിയാണ്. ഇതെവിടെ എത്തും? അതുകൊണ്ട് ഇനി അത് നടപ്പില്ല. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അവരെ നേരിട്ട് പരാതി കൊടുക്കണം. ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ തടയാൻ പറ്റില്ല. ഇന്നു മുതൽ ഇവിടെയുള്ള പേരാമ്പ്രയിലെ തൊഴിലാളികൾ ഇവിടെ വർക്ക് ആരംഭിക്കും. വാഹനത്തിൽ ഇത് കൊണ്ടുവരും, എല്ലാം വൃത്തിയാക്കും. ഈ ടെൻഡർ അനുസരിച്ചുള്ള പണി ആരംഭിക്കും. ഈ കാര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും കച്ചവടക്കാരും ഞങ്ങളെ സഹകരിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പേരാമ്പ്രയിലെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്ന ഒരു പരിപാടിയോടുകൂടി ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുക എന്ന ചുമതലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന പോലെയുള്ള സംവിധാനങ്ങൾക്കും നിർവഹിക്കാനുള്ളത്. സ്വാഭാവികമായും
നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പ്രദേശങ്ങളിലും സാമൂഹ്യമായ ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഈ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ അണിചേരുക എന്ന ഉത്തരവാദിത്തമാണ് ഈ സമൂഹമാകെ നിർവഹിക്കേണ്ടത്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. മറ്റ് സാമൂഹ്യ സംഘടനകൾ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതികൾ എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട്. ആ നിലയിൽ മാലിന്യ സംസ്കരണം എന്നുള്ളത് സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാവണം. പേരാമ്പ്രയിൽ UDF കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. പേരാമ്പ്രയിൽ എവിടെയെങ്കിലും മാലിന്യമുണ്ടെങ്കിൽ പേരാമ്പ്രയിലെ UDF നേതൃത്വം ആ മാലിന്യത്തിനെതിരായി ഒരു ഭാഗത്ത് സമരം നടത്തുകയാണ്. എവിടെയെങ്കിലും മാലിന്യം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരായി ശക്തമായ പ്രചാരവേല വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നടത്തുകയാണ്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ MCF കേന്ദ്രം കത്തിനശിച്ചതിന്റെ ഭാഗമായി പേരാമ്പ്ര പട്ടണത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സൂക്ഷിക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് താൽക്കാലികമായി നമ്മുടെ പട്ടണത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ വെക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ പഴയ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിന്ന് അത് തരംതിരിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ സ്ഥലമില്ലാത്ത സമയത്താണ് ഇവിടെ വെക്കേണ്ടി വരുന്നത്. അതെടുത്തു മാറ്റാൻ അവിടെയുള്ള സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണ് ടൗണിൽ വെക്കുന്ന മാലിന്യം നമ്മൾ അങ്ങോട്ട് മാറ്റി അവിടെ നിന്ന് തരംതിരിച്ചത് കൊണ്ടുപോകുന്നു. ഇന്നലെ ആ സാധനം നമ്മുടെ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഹരിതകർമ്മസേനയുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ UDFന്റെ നേതൃത്വം ഇത് കാണുകയാണ്. അപ്പൊ പേരാമ്പ്രയിലെ ചില ലീഗിന്റെ നേതാക്കന്മാർ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് സെക്രട്ടറിയുടെ റൂമിന്റെ 2 ഭാഗത്തും പോയി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയാണ്. UDF സമരം നടത്തുന്നു. UDFന്റെ സമരത്തിന്റെ ഭാഗമായി പേരാമ്പ്ര ടൗണിലുള്ള മാലിന്യം എടുത്തു മാറ്റുന്നു. ഇങ്ങനെ ആളുകളുടെ ഇടയിൽ വളരെ മോശമായ നിലയിലുള്ള നിലപാടാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ MCF കേന്ദ്രം കത്തിനശിച്ചിട്ട് ഈ ജൂൺ 13 ഒരു വർഷം തികയുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ ഈ MCF കേന്ദ്രത്തിനു വേണ്ടിയുള്ള പണം അനുവദിച്ചു. 20 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിക്കുകയും അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെയുള്ള UDF നേതൃത്വം പറഞ്ഞു, ഇവിടെ ഇനി തുറന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പോഴാണ് ഹരിതകർമ്മ സേനയുടെ CITUവിന്റെ നേതൃത്വത്തിൽ അവിടെ എന്ത് വില കൊടുത്തു ഞങ്ങൾ പ്രവേശിക്കുമെന്ന് ഞങ്ങളെ അറിയിച്ചത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരമൊരു പ്രവർത്തനം നടത്തി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയേണ്ടതുണ്ട്. ഇതുപോലെ അവസരത്തിലല്ല, മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ഹരിതകർമ്മ സേനാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാഹചര്യത്തിലാണ് പേരാമ്പ്രയുള്ള തൊഴിലാളികൾ ഇങ്ങനെ സമരം സംഘടിപ്പിക്കുന്നത്. ഒരു വർഷം മുമ്പേ നമ്മൾ MCF സ്ഥാപനം കത്തിപ്പോയി. ആ കത്തിയതിനു ശേഷം പകരം സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ടായി. ഇവിടെ തന്നെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് UDF സമ്മതിച്ചില്ല. കുറ്റംപോയിലെ സ്ഥലത്ത് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ UDF തടഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളെ റെഗുലേറ്ററി മാർക്കറ്റ് സ്ഥലം ചമ്മർ റോഡിലുള്ള കളക്ടർ അനുവാദത്തോടു കൂടി അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെയും തടയുക. എവിടെയെല്ലാം ഇത് തുടങ്ങാൻ തീരുമാനിക്കുന്നുണ്ടോ അവിടെയൊക്കെ തടയുന്ന രീതിയാണ് പേരാമ്പ്രയിൽ UDF സ്വീകരിക്കുന്നത്. ആ UDFനോട് എല്ലാ ആളുകളും ചോദിച്ചു, പഞ്ചായത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം നിർദ്ദേശിക്കാനുണ്ടോ? അവിടെ സ്ഥാപിക്കാം. അവർക്കൊരു സ്ഥലം നിർദ്ദേശിക്കാനില്ല. പക്ഷേ ഇത് പേരാമ്പ്ര പഞ്ചായത്തിൽ എവിടെയും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മാലിന്യം എവിടെ സംസ്കരിക്കാൻ വേണ്ടി കഴിയും? അതുകൊണ്ട് UDF എടുക്കുന്ന നെറികെട്ട സമീപനമാണ്, ഒരു രാഷ്ട്രീയ വിരോധമാണ്. അതെല്ലാവരും ചെയ്യണം. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല, പേരാമ്പ്രയിൽ ജനങ്ങളുടെ ആകെ പ്രശ്നമാണ്. അത് UDF ആണോ LDF ആണോ മറ്റെന്തെങ്കിലും പാർട്ടിയാണോ നല്ല. ഈ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി കഴിയണം. അതിൻ്റെ സംവിധാനം ഉണ്ടാക്കണം. ഈ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ വളരെ തുച്ഛമായ കൂലിക്കാണ് ജോലി ചെയ്യുന്നത്. 350 രൂപയ്ക്ക് ആരും ജോലി ചെയ്യാം. എന്നിട്ട് പോലും വീട്ടിലെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് അത്തരം തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നത്. ആ തൊഴിലാളികളെ ജോലി സംരക്ഷിക്കണ്ടേ? ആ സംരക്ഷിക്കാൻ സംവിധാനം ഉണ്ടാകണം. അതുകൊണ്ട് CITU പറയുന്നത് ഇവിടെ ഹരിതകർമ്മസേനയിലുള്ള തൊഴിലാളികളെ ജോലി സംരക്ഷിക്കണം. അവർക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് അവരെ കൂലി സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ട സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സമരം നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഹരിതകർമ്മ സേന വരുന്നതിന് മുമ്പ്, ഈ രംഗത്തെ തൊഴിലാളികൾ തൊഴിലെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? ഈ സമരത്തിനെല്ലാം വരുന്ന ചില നേതാക്കന്മാരുടെ വീടുകളിൽ നിന്ന് രാവിലെ മാലിന്യം ഭാര്യ കെട്ടിക്കൊടുത്തിട്ട്
അത് വണ്ടിയിൽ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർക്കണം, ഈ സമരത്തിൽ വരുന്ന ആളുകൾ. സത്യത്തിൽ നമ്മളെല്ലാം വീടുകൾ ഇവർ വന്ന് മാലിന്യം ശേഖരിച്ച് അത് മിനി നിക്ഷേപിച്ച് അവിടുന്ന് തരംതിരിച്ച് ഈ MCF എത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ മാലിന്യ പ്രശ്നം ഒരു വലിയ രൂപത്തിൽ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ നാട്ടിലെ തൊഴിലാളികൾ ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തനമാണ്. ഈ രംഗത്തെ തൊഴിലാളികളോട് എന്തിന് നിങ്ങൾ ഈ രാഷ്ട്രീയ വിരോധം തീർക്കുന്നത്? ഈ രംഗത്തെ തൊഴിലാളികളെ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടതാണ്. ഈ തൊഴിലാളികൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നരകതുല്യമായ ജീവിതമാണ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ MCF കത്തിയത് അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല, എങ്ങനെ കത്തി എന്നുള്ളത്. പക്ഷെ അതിന്റെ ഭാഗമായി ഈ രംഗത്തെ തൊഴിലാളികളോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പുതിയ എല്ലാ ആധുനിക സംവിധാനത്തോടെ ഒരു പുതിയ കേന്ദ്രം വരുന്നതുവരെ ഇവരെ സംരക്ഷിക്കാൻ ഈ നാട് ഒന്നാകെ ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് CID ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരസഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത എല്ലാ CITU ഏരിയ സഖാക്കളെയും ഒപ്പം ഹരിതകർമ്മസേന സഖാക്കളെയും മറ്റ് എല്ലാ നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹരിതകർമ്മസേന പ്രവർത്തകർ മാലിന്യങ്ങൾ വണ്ടിയിൽ നിന്നും നീക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. NCF കേന്ദ്രത്തിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവന്ന ദൃശ്യമാണ് കാണുന്നത്. Zindabad!